അരുണാചൽ പ്രദേശിൽ വൻ ആയുധശേഖരം സുരക്ഷാ സേന കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വനമേഖലയിൽ നിന്ന് വൻ ആയുധശേഖരമാണ് കണ്ടെടുത്തിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ യാവോ വിജയനഗർ മേഖലയിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 10 വ്യത്യസ്ത തരം ആക്രമണ റൈഫിലുകളാണ് കണ്ടെടുത്തത്. മേഖലയിലെ ഏറ്റവും വലിയ ആയുധ വേട്ടകളിൽ ഒന്നാണിത്. സുരക്ഷാ സേനയും ആസാം റൈഫിൾസും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് തോക്കുകൾ കണ്ടെത്തിയത്. ഡ്രോണുകളും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയതും. കഴിഞ്ഞ വർഷം കീഴടങ്ങുന്നതിന് മുൻപേ തന്നെ തീവ്രവാദി സംഘം ഒളിപ്പിച്ച ആയുധങ്ങളാണിവയെന്നാണ് കരുതപ്പെടുന്നതും. വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ നടത്തിയതും. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പോലീസ് നംവാദ് റിസർവ് ഫോറസ്റ്റിലെത്തിയ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, ENNG കേഡർ തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകൾ വനമേഖലകൾ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ നേരത്തെയും സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ 6 മാസമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വരികയായിരുന്നു. അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മണിപ്പൂരിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും സുരക്ഷാ സേന പിടിച്ചെടുത്തതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചുരാചന്ദ്പൂരിൽ നടന്ന പ്രത്യേക ഓപ്പറേഷനിലായിരുന്നു ആയുധങ്ങൾ കണ്ടെടുത്തത്. ലംസാങ് സ്വദേശിയായ യുവാക്കളായിരുന്നു അന്ന് പിടിയിലായതും. അതിർത്തി സുരക്ഷാ സേനയും മണിപ്പൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലായിരുന്നു ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തത്. മിഷൽ ഗൺ, പിസ്റ്റൾ എന്നിവ കണ്ടെടുത്തിരുന്നു. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു അന്നു മുതൽ. രഹസ്യ അന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അന്നും അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയതും. അതേപോലെ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തിരുന്നു. മലയോര പ്രദേശത്ത് നിന്ന് സുരക്ഷാ സേന 9 പിസ്റ്റലുകളായിരുന്നു കണ്ടെടുത്തതും. പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ തിരച്ചിൽ നടത്തിയ ഓപ്പറേഷനിലായിരുന്നു വെടിക്കോപ്പുകൾ കണ്ടെടുത്തതും. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ വാക്കാൻ വനമേഖലയിലും സമാന ഓപ്പറേഷൻ നടത്തിയിരുന്നു. പരിശോധനയിൽ 32 പിസ്റ്റലുകളും വെടിയുണ്ടകളുമാണ് പോലീസ് പിടിച്ചെടുത്തതും. അതേപോലെ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 30 മാവോവാദികളെ വധിച്ചിരുന്നു. ഒപ്പം ആ ഏറ്റുമുട്ടലിൽ AK-47 റൈഫിൽ, സെൽഫ് ലോഡിംഗ് റൈഫിൽ അടക്കം ഓട്ടോമാറ്റിക് ആയുധങ്ങളുടെ വൻ ശേഖരം മാവോവാദികളിൽ നിന്ന് സുരക്ഷാ സേന പിടിച്ചെടുത്തു. പ്രദേശത്ത് സേനയുടെ വിശദമായ തിരച്ചിൽ നടന്നു വരികയാണ്. ഏപ്രിൽ 16-ന് ഉന്നത നേതാക്കളടക്കം 29 മാവോവാദികളെ കങ്കൻ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ചിരുന്നു. സെപ്റ്റംബർ 3-ന് ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 9 മാവോവാദികളെ വധിച്ചിരുന്നു. തന്തേവാഡ, ബിജാപൂർ ജില്ലകളുടെ അതിർത്തിക്കകത്ത് സമീപത്തുള്ള വനത്തിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നതും. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻ ആയുധശേഖരമായിരുന്നു കണ്ടെടുത്തതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.